ബാക്കപ്പില് ആരും കളിക്കാണ്ട് ഇങ്ങനെ വരില്ലല്ലോ. ശരിക്കും അങ്ങനെ ആരും ശക്തമായ ആളുകൾ കളിക്കുന്നുണ്ട്. അവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെല്ലാരും നോക്കിയിരിക്കുന്നത്. എന്റെ ഇക്ക അതിനകത്ത് പെട്ടെന്ന് വളരെ ഭയങ്കര സങ്കടത്തിലാണ് നമ്മളിപ്പോ ഈ ഒരവസ്ഥയിൽ. എന്താ പറയാ, നമ്മള് വല്ലാത്തൊരവസ്ഥയിലാണ്. നമ്മളിങ്ങനെ ഈ ഒരു തെറ്റും ചെയ്യാണ്ട് നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മള് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കുന്നത് ഭയങ്കര മോശമാണ്. അത് ഏത് മീഡിയ ആയാലും ഭയങ്കര മോശമായിട്ടാണ് നമ്മളോട് കാണിക്കുന്നത്. അന്ന് അവര് ഒക്കെ നിരപരാധികളാണെന്ന് എല്ലാവർക്കും അറിയാം. അവരങ്ങനത്തെ ചെയ്യയില്ലെന്ന് പറയും. പിന്നെ ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി എത്തിക്കാന്ന് പറഞ്ഞത് ഒരു ഭയങ്കര, ഈ പറഞ്ഞ മീഡിയാസും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ അവിടെ കൊണ്ടുപോയി പെടുത്താന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മളൊക്കെ ഇപ്പൊ. കാര്യം നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നമ്മളെല്ലാവരും. ഭയങ്കരമായ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. കാര്യം അവര് നിരപരാധികളാണ് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞങ്ങളെല്ലാവരും ആ ഒരു ശക്തമായ ഒരു ഇതിൽ തന്നെ നിൽക്കുക. എല്ലാവരും, ദിലീപേട്ടനായാലും ചാക്കായാലും എല്ലാവരും ഇവര് നിരപരാധികളാണെന്ന് എല്ലാവർക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്ര ബലത്തിൽ നിൽക്കുന്നത്. ഇവര് ഈ ദിലീപേട്ടനും നാദശയ്ക്കൊക്കെ ഇപ്പം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊക്കെ വെറുതെ ഉള്ള കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മള് ആരും അറിഞ്ഞിട്ടും കാര്യമല്ല. ഇതിനകത്ത് എല്ലാം അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എല്ലാരും എഴുതി കൂട്ടിയും അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് പുറത്തു പോരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല, അങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല. അത് എല്ലാവരും കൂടി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു കാര്യങ്ങളെ ഒന്നും. നമ്മള് എങ്ങനെ നേരത്തെ പോയിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്.